വെൽക്കം ടു ലേണിനോ. സെമസ്റ്റർ 2 ഗ്രൂപ്പ് എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ സി പ്രോഗ്രാമിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയില്ല എന്ന് പറയുന്ന സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അതിനകത്ത് സോൾവ് ചെയ്തതും ആഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ക്ലാസ് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് സി പ്രോഗ്രാമിംഗ് എന്ന് നോക്കാം. സി പ്രോഗ്രാമിനെ പൊതുവെ നമ്മൾ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് സി പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെയും ഒരു ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഒരു സി പ്രോഗ്രാമിങ്ങിൻ്റെ ബേസ് അറിയുന്ന ഒരു കുട്ടിക്ക് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് സെമസ്റ്റർ 2 തന്നെ സി പ്രോഗ്രാമിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ സീനെ നമ്മൾ സ്ട്രക്ചറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയും. അതായത് സിക്ക് ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചേഴ്സ് ഉണ്ട്, എങ്ങനെ സി തുടങ്ങണം, എങ്ങനെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള ഒരു പാറ്റേൺ ഉണ്ട് സി പ്രോഗ്രാമിന്. അതേപോലെ ഇതിന് മറ്റൊന്ന് പേരാണ് ഫങ്ഷൻ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഫങ്ഷൻ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫങ്ഷന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുക. ഇനി അതുപോലെ സിയെ നമ്മളൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയും. അപ്പോൾ എന്താ ഈ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് മനസ്സിലായോ? അതായത് നമ്മൾ സാധാരണയായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ എഴുതുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? അതായത് നമുക്ക് മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ 0, 1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ലല്ലോ. സോ സി പ്രോഗ്രാമിംഗ് അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഹ്യൂമൻസിന് റീഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് സി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുപോലെ സി യൂസ് ചെയ്തിട്ട് നമുക്ക് വേരിയസ് ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയർസും എല്ലാം ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനി സി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സി ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കറിയാം, വിൻഡോസ് പോലെ ലിനക്സ് ഉണ്ട്, യുണിക്സ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതിൽ യുണിക്സുകാരാണ് ആദ്യമായിട്ട് സിയെ കൊണ്ടുവന്നിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് കാണുന്ന ലിനക്സിൻ്റെ OS, PHP, MySQL എല്ലാം സി ലാംഗ്വേജിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഈ സി ലാംഗ്വേജ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊണ്ടുവന്നത് ഡെന്നിസ് റിച്ചി എന്ന് പറഞ്ഞ ഒരാളാണ് 1972. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പറയാം എന്തിനാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ആവശ്യം വരണമെന്നുള്ളത് അല്ലേ? അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് മെഷീൻസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഈ മെഷീൻസിന് ആകെ അറിയുന്ന കാര്യം 0ഉം 1ഉം മാത്രമാണ്. അപ്പം എന്താണ് ഈ 0, എന്താണ് 1? 0 എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റും 1 എന്ന് പറയുന്നത് ഓൺ സ്റ്റേറ്റും എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ആകെ ഈ ഒരു 2 വാല്യൂസ് മാത്രമാണ് കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പക്ഷേ അതേ സ്ഥാനത്ത് ഹ്യൂമൻസിനാണെങ്കിലോ ഇതുപോലുള്ള 0, 1 എന്ന് പറയുന്ന ബൈനറി കോഡുകളെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് എഴുതാനോ നമ്മളെപ്പോലുള്ളവർക്ക് പറ്റില്ല അല്ലേ? അപ്പോൾ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം അല്ലേ? ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്തു, നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യണം. ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ നമ്മൾ കയറി ഷട്ട് ഡൗൺ ബട്ടണിൽ കയറി പ്രസ് ചെയ്താൽ മാത്രമല്ലേ അത് ഷട്ട് ഡൗൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുക. അപ്പോൾ ഹ്യൂമൻസിന് മനസ്സിലാവുന്നതും ഹ്യൂമൻസിന് ഡെവലപ്പ് ചെയ്യാനും പറ്റുന്ന ലാംഗ്വേജിലാണ് നമ്മൾ പ്രോഗ്രാംസ് എല്ലാം എഴുതാറുള്ളത്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ എക്സാമ്പിൾ സി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പൈത്തൺ പഠിച്ചിട്ടുണ്ട് അല്ലേ? പൈത്തൺ, ജാവ ഇങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഹ്യൂമൻസിന് മനസ്സിലാവുന്ന ലാംഗ്വേജ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇത് ഹ്യൂമൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് മെഷീൻസിനാകെ നമ്മൾ പറഞ്ഞ എന്താണ് 0ഉം 1ഉം മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഹ്യൂമൻ എഴുതിയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ മെഷീൻ എങ്ങനെ റീഡ് ചെയ്യും അല്ലേ? മെഷീൻ എങ്ങനെ റീഡ് ചെയ്യും? നമ്മുടെ ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുന്ന സാധനം മെഷീന് മനസ്സിലാവില്ല. മെഷീനാകെ ഈ നമ്പറേ അറിയുള്ളൂ, 0ഉം 1ഉം മാത്രം. അപ്പോൾ ഇത്
ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണം, ഒരു ട്രാൻസ്ലേറ്റേഴ്സ് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഇവർ രണ്ടുപേരുടെ ഇടയിൽ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അതിനെ നമ്മൾ കമ്പൈലേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ കമ്പൈലറിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ പ്രോഗ്രാമിനെ നമ്മൾ കമ്പൈലർ യൂസ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് മെഷീൻ കോഡുകളായിട്ട് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കമ്പൈലർ ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ കോഡ് ഇൻ ടു മെഷീൻ കോഡ്. ഇറ്റ് ഹെൽപ്സ് ദ കമ്പ്യൂട്ടർ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോഗ്രാം. അപ്പോൾ കമ്പ്യൂട്ടറിന് അപ്പോൾ എന്തായി, നമുക്ക് മെഷീൻ കോഡുകളായി, അല്ലെങ്കിൽ 0-1 ഫോർമാറ്റിലാണ് കമ്പ്യൂട്ടറുകൾ റീഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ഈസി ആയിട്ട് തന്നെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ കഴിയും. ഇനി അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാമിൽ എറർ ഉണ്ടോ എന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രോഗ്രാം ഈസി ആയിട്ട് തന്നെ റൺ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒത്തിരി ടൈമും പ്രോഗ്രാമേഴ്സിൻ്റെ എഫേർട്ട്, അതായത് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ എഫേർട്ട് പ്രോഗ്രാമേഴ്സിൻ്റെ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ കമ്പൈലർ യൂസ് ചെയ്ത് നമ്മൾ ഡയറക്റ്റ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ എഫേർട്ട്ലെസ്ലി പ്രോഗ്രാമേഴ്സിന് ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ട്രാൻസ്ലേറ്റിംഗ് കോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കമ്പൈലേഴ്സ് ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഴ്സ് കോഡ് എന്നാണ് പറയുക. ഈ മനുഷ്യന്മാർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് കോഡിനെ നമ്മൾ സോഴ്സ് കോഡ് എന്നാണ് പറയുക. അപ്പോൾ ആ കോഡിനെ നമ്മൾ കമ്പൈലേഴ്സ് എടുക്കും. എന്നിട്ട് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു എ മെഷീൻ റീഡബിൾ ഫോം, അതായത് മെഷീന് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഹൈ ലെവൽ കോഡ് പ്രിന്റ് എഫ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രിന്റ് എഫിനകത്ത് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രിന്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ആവശ്യം. ഓക്കെ, ജസ്റ്റ് ഇവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി, പ്രോഗ്രാംസ് ഒന്നും നമ്മൾ നോക്കണ്ട. ജസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കൂ. പ്രിന്റ് എഫ് എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് വരണം. ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം ആണെന്ന് കരുതുക. ഓക്കെ, ഈ ഒരു ലൈനാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി മെഷീന് കൊടുത്ത മെഷീന് റീഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഈ പ്രോഗ്രാമിനെ കമ്പൈലറിലോട്ട് കൊടുക്കും. ഓക്കെ, കമ്പൈലർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് മെഷീൻ കോഡുകളായിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ബൈനറി കോഡുകളായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യും. ഈ ബൈനറി കോഡുകൾ വെച്ചിട്ടാണ് മെഷീൻസ് ആ പ്രോഗ്രാമിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹലോ വേൾഡിനെ നമ്മളിതാ ഈ ഒരു രൂപത്തിലാക്കിയിട്ടാണ് മെഷീൻ്റെ കയ്യിൽ ഏൽപ്പിക്കണേ. എന്നാൽ മാത്രമേ മെഷീൻ ഇത് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്.